ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇഡ്ഡലി മേക്കർ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ. തുടക്കക്കാർക്ക് പോലും അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇഡ്ഡലി മേക്കർ ആണ്. എന്തായാലും നമ്മളിത് വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നുമാണ്. ഞാനിത് കുറേ ഇഡ്ഡലി മേക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നും എനിക്ക് സെറ്റ് ആയിട്ടില്ല കേട്ടോ. അലുമിനിയത്തിന്റെയും സ്റ്റീലിന്റെയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതിന്റെയൊക്കെ കുഴപ്പം എന്താന്ന് വെച്ചാൽ ഇഡ്ഡലി ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ പ്രശ്നം വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഒരു ലെയർ വെക്കുന്നത് ഓക്കെ ആയിട്ട് കിട്ടും. താഴെ വെക്കുന്ന ലെയർ ഇല്ലേ, ആ ലെയർ നമുക്ക് വെള്ളം കയറിയ പോലെയോ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലത്തെ രീതിയിൽ അങ്ങ് പോകുവേ. അപ്പൊ ഒരെണ്ണം മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ അത് മാത്രം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല താമസമാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കി വരാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ നോക്കി നോക്കി റിവ്യൂസ് ഒക്കെ നോക്കി വന്നപ്പോൾ ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കുറെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിയത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് അങ്ങ് വാങ്ങാന്ന് ഓർത്തു കേട്ടോ. റേറ്റ് ഒക്കെ അഫോർഡബിൾ ആണ് കേട്ടോ. ഇതിന്റെ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ അത് തലകുത്തിയാണ് എടുത്തത്. പിന്നെ നേരെയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 6 തട്ട് വരുന്നുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഒരു തട്ടിന് ഒട്ടും കനവില്ലാത്ത മോഡലൊന്നുമില്ല. നല്ല കനമുള്ള മോഡല്, നല്ല അടിപൊളി തട്ടാണ്, നല്ല ക്വാളിറ്റി ഉള്ള തട്ടാണ്. അടിപൊളിയാണ് കേട്ടോ. ഇതിൽ കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇഡ്ഡലി തട്ടാണ് കേട്ടോ. ദാ ഈ ഒരു തട്ട് കണ്ടോ, അതിൽ നമുക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ട് കിണ്ണത്തപ്പം ഒക്കെ പോലെ എടുക്കത്തില്ലേ, എന്നിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സ്റ്റീമർ അടിപൊളിയാണ്. സ്റ്റീമറിനകത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. പിന്നെ പുട്ട് കാര്യങ്ങൾ, പിന്നെ ഇതുപോലെ സ്റ്റീം ചെയ്യേണ്ട ബനാന ഒക്കെ എടുക്കാം കേട്ടോ. ഈ ഇഡ്ഡലി തട്ട് നല്ല ക്വാളിറ്റി ഉള്ള, നല്ല റൗണ്ടും ഉണ്ട് കേട്ടോ. അധികം കനവില്ലാത്ത മോഡലാണ്. കനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ ഇഡ്ഡലിക്ക് നല്ല കുഴിവുള്ളതാണെന്നാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പാത്രം നമുക്ക് വേണേൽ കടായി ആയിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം വേറെ കുക്കിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വേറെ കറി വെക്കാനൊക്കെ ഉപയോഗിക്കാം. നല്ല കനമുള്ള മോഡലാണ്. അടിഭാഗത്ത് ഇൻഡക്ഷനെ ബേസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഇൻഡക്ഷൻ കുക്കറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലാണ്. ബിഗിനേഴ്സിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ആദ്യമായിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അടിപൊളിയാണ്. നമുക്ക് എപ്പോഴും ഫ്ലോപ്പ് ആയി പോകുമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ബാറ്ററി കുറച്ച് കട്ടിയാക്കി എടുത്താൽ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ പുതിയ അപ്പച്ചെമ്പ് ആണ് കേട്ടോ. പിന്നെ ഞാൻ വേറെ ഒത്തിരി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലോട്ട് എത്തിയത്. അതൊന്നുകൂടി പറയാം. കാരണം എനിക്ക് ഒരു സാധനവും യൂസ് ആക്കിയിട്ട് സെറ്റ് ആവത്തില്ലായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കട്ടിങ്സ് ഉള്ളത് കൊണ്ട് അതിനകത്ത് ആ തട്ടി ഇരുന്നോളും കേട്ടോ. മറ്റുള്ള പാത്രത്തിലൊക്കെ ഇങ്ങനെ എനിക്ക് എപ്പോഴും ഇങ്ങനെ വെള്ളത്തിലോട്ട് വീഴുമായിരുന്നു കേട്ടോ തട്ടൊക്കെ. ഇതിന് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ആ ഒരു കട്ടുള്ളതുകൊണ്ട് അതിനകത്ത് ഇറങ്ങി അങ്ങ് ഇരുന്നോളൂ ആ പ്ലേറ്റ്സ് കേട്ടോ. എന്തായാലും നല്ല നല്ല മോഡലുമാണ്, കണ്ടാൽ നല്ല ലുക്കും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒത്തു വന്നപ്പോൾ സെറ്റായേ. ഞാനിത് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ ഒന്നുകൂടി. എന്തായാലും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് എനിക്കിതൊക്കെ സെറ്റാണ് കേട്ടോ. എന്തായാലും നമുക്കിത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാവേ. ഞാൻ ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്തോട്ട് കുമ്പിളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി. കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനത് കുറച്ച് കുമ്പിളം ഉണ്ടാക്കാന്ന് ഓർത്തു. കുറച്ച് വയനയിലയും വാഴയിലയും കൂടെ വെച്ചാണ് കേട്ടോ സെറ്റാക്കിയത്. അത് കണ്ടോ, നന്നായിട്ട് നമുക്ക് സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും. നല്ലൊരു എമൗണ്ട് അതിനകത്ത് കൊള്ളുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടപ്പ് വെച്ച് അടച്ച് ഒരു നമ്മുടെ ഇടികല്ലില്ലേ അത് അതിൻ്റെ മേളിൽ വെച്ച് ഒന്നുകൂടി സ്റ്റീം കയറാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ വെച്ചത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ. അല്ലാതെ തന്നെ നന്നായിട്ട് സ്റ്റീമായി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ അറിയാം. ആദ്യം ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് കൈ പൊള്ളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു തുണി വെച്ച് തന്നെ അത് എടുത്തു കേട്ടോ. എടുത്ത് നോക്കിയപ്പോൾ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി ഒന്ന് കയറിക്കട്ടെ. നന്നായിട്ട് കണ്ടോ സ്റ്റീമായി വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ കുക്കാവുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുത്ത ദിവസം ഇഡ്ഡലി ആയിരുന്നപ്പോഴത്തേക്കും ഈ കുഞ്ഞിഡ്ഡലിയിലാണ് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത് തട്ടിലെ. കാരണം ചെറുതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലിയെ. അപ്പം അവനിങ്ങനെ കുഞ്ഞിഡ്ഡലിയായിട്ട് കൊടുത്താൽ കുറച്ചുകൂടി അവന് ഇഷ്ടമാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇഡ്ഡലി കുഞ്ഞിതായിട്ട് ഉണ്ടാക്കി നോക്കിയത്. അത് കുറച്ച് മെനക്കേടാണോ എന്ന് ചോദിച്ചാൽ സ്പൂണിനകത്ത് എടുത്താൽ മതി കേട്ടോ. പിന്നെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് നമ്മൾ 1-2 വട്ടമൊക്കെ ഉണ്ടാക്കണ്ടേ. കുഞ്ഞു പിള്ളേർക്കൊക്കെ സെറ്റാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടും. പിന്നെ ഞാൻ സാധാ ഇഡ്ഡലിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. സാധാ ഇഡ്ഡലി എടുക്കുന്ന വീഡിയോ ആദ്യം തന്നെ എടുത്തപ്പോൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ട് നമ്മുടെ ഇഡ്ഡലിയുടെ റിസൾട്ട് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്, അധികം കനവും ഇല്ല, അത്യാവശ്യം വട്ടമുള്ള നല്ല ഇഡ്ഡലി തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത് ഞാൻ ഇഡ്ഡലി ഒഴിച്ചപ്പോഴത്തേക്കും ആ വീഡിയോയും കൂടി ഇതിനകത്ത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഒഴിച്ചെടുക്കുന്നത് ആദ്യമേ ആ 3 ഈ ഇതുള്ള തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ 2 ഉള്ള തട്ടങ്ങ് വെച്ചാൽ മതി കേട്ടോ. സെറ്റായിട്ട് താഴോട്ടൊന്നും പോകത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകത്തൊന്നും ഇല്ല, നല്ല സൂപ്പറായിട്ട് ഇരുന്നോളും. ഇഡ്ഡലി ആ സ്റ്റീം ചെയ്ത് വരുന്ന ഒട്ടത്തൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും, നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഈ കുഞ്ഞിഡ്ഡലി കണ്ടോ, ഇതിങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ അടത്തിയെടുക്കാൻ പറ്റുമേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.